Hi, children. This is a new topic, new chapter in Class 9 English, that is climate change is not hysteria, it's a fact. So, it's a speech delivered at the UN Climate Summit by Leonardo DiCaprio. Everybody knows who is ലിയനാർഡോ ഡി കാപ്രിയോ. നമുക്ക് എല്ലാവർക്കും അറിയാം ആരാണ് ഇദ്ദേഹം എന്നുള്ളത്. അദ്ദേഹത്തിനൊരു അന്താരാഷ്ട്ര പ്രശസ്തി നേടിക്കൊടുത്ത ഫിലിമായിരുന്നു ടൈറ്റാനിക് എന്നുള്ളത്. അതിലെ സുന്ദരനായ ഹീറോയെ എല്ലാവരും ഓർമ്മിക്കുന്നുണ്ടല്ലോ അല്ലേ? ആ അദ്ദേഹമാണ് ഇന്ന് അദ്ദേഹം ഒരുപാട് നല്ല പ്രവർത്തനങ്ങൾ ചെയ്യുന്ന ഒരാളാണ്. അദ്ദേഹം ഒരു എൻവയോൺമെൻ്റലിസ്റ്റാണ്, അതായത് പരിസ്ഥിതി പ്രവർത്തകനാണ്. അതുകൂടാതെ UN മെസ്സഞ്ചർ ഫോർ പീസാണ് അദ്ദേഹം. ആ ഒരു സ്ഥാനവും അദ്ദേഹം വഹിക്കുന്നുണ്ട്. സ്പെഷ്യൽ ഫോക്കസ് ഓൺ ക്ലൈമറ്റ് ചേഞ്ച്. അതുകൊണ്ട് തന്നെ അദ്ദേഹം UN-ൽ ക്ലൈമറ്റ് ചേഞ്ചിനെ കുറിച്ചുള്ളൊരു സ്പീച്ച് നടത്തിയിരുന്നു. ആ സ്പീച്ചിൽ ഏതാനും വരികളാണ് ഇവിടെ കൊടുത്തിട്ടുള്ളത്. അതിന് മുകളിലായിട്ട് നമുക്കറിയാം ബറാക്ക് ഒബാമയുടെ ഒരു പ്രസ്താവന കൊടുത്തിട്ടുണ്ട്. ക്ലൈമറ്റ് ചേഞ്ച് ഇസ് നോ ലോങ്ങർ സം ഫാർ ഓഫ് പ്രോബ്ലം, ഇറ്റ്സ് ഹാപ്പനിങ് ഹിയർ, ഇറ്റ്സ് ഹാപ്പനിങ് നൗ. ക്ലൈമറ്റ് ചേഞ്ച് എന്നുള്ളത്, കാലാവസ്ഥാ വ്യതിയാനം എന്നുള്ളത് നമ്മുടെ വിദൂര ഭാവിയിൽ സംഭവിക്കാവുന്ന ഒന്നല്ല. അത് നമ്മൾക്ക് ഇവിടെ സംഭവിച്ചു കഴിഞ്ഞു, സംഭവിച്ചുകൊണ്ടിരിക്കുകയാണ് ഇപ്പോൾ എന്നാണ് അദ്ദേഹം പറഞ്ഞിട്ടുള്ളത്. അപ്പം നമുക്കറിയാം കാലാവസ്ഥാ വ്യതിയാനത്തെക്കുറിച്ച് നമ്മൾ എന്നും കേൾക്കുന്നുണ്ട് അല്ലേ? അതിൻ്റെ പരിണിത ഫലങ്ങളെക്കുറിച്ച്, ദൂഷ്യഫലങ്ങളെക്കുറിച്ചൊക്കെ നമ്മൾക്കറിയാം. എല്ലാവരും അതിനെക്കുറിച്ച് ബോധവാന്മാരാണ്. പക്ഷേ നമ്മളെടുക്കുന്ന ഓരോ സ്റ്റെപ്പും അതിനെതിരെയായിരിക്കണം, അല്ലെങ്കിൽ നമ്മുടെ പരിസ്ഥിതിയെ സംരക്ഷിക്കാൻ ഉതകുന്ന തരത്തിലായിരിക്കണം എന്നുള്ള കാര്യം നാം പലപ്പോഴും വിസ്മരിച്ചു പോവുകയാണ്. അപ്പോൾ നമുക്ക് നോക്കാം എന്താണ് ഇദ്ദേഹത്തിന് പറയാനുള്ളത്, അല്ലെങ്കിൽ ഇദ്ദേഹം പറഞ്ഞിട്ടുള്ളതെന്ന് നമുക്ക് നോക്കാം. Thank you, Mr. Secretary General, Your Excellencies, ladies and gentlemen and distinguished guests. അപ്പം അദ്ദേഹം എല്ലാവരെയും അഭിസംബോധന ചെയ്യുകയാണ്. അവിടെയുള്ള എക്സലൻസീസിനെയും സെക്രട്ടറി ജനറൽ, UN സെക്രട്ടറി ജനറലിനെയും, അതായത് പ്രതിനിധികളെയൊക്കെ, വലിയ വലിയ ആളുകളെയൊക്കെ അദ്ദേഹം അഭിസംബോധന ചെയ്തിട്ട് അദ്ദേഹത്തിൻ്റെ വാക്കുകളിലേക്ക് കടക്കുകയാണ്. ഐ എം ഓണേർഡ് ടു ബി ഹിയർ ടുഡേ. ഞാൻ ഇന്നിവിടെ നിൽക്കുന്നതിൽ ഞാൻ വളരെ ഓണേർഡാണ് അല്ലേ? ഞാൻ വളരെ എന്താണ് പറയുക, ബഹുമാനിക്കപ്പെട്ട ഒരു വ്യക്തിയായിട്ടാണ് അദ്ദേഹം അന്ന് അവിടെ നിൽക്കുന്നത്. ഐ സ്റ്റാൻഡ് ബിഫോർ യു നോട്ട് ആസ് എൻ എക്സ്പേർട്ട് ബട്ട് ആസ് എ കൺസേൺ സിറ്റിസൺ. ഞാൻ ഇവിടെ നിങ്ങളുടെ മുന്നിൽ നിന്ന് സംസാരിക്കുന്നത് ഒരു എക്സ്പേർട്ടായിട്ടില്ല. ഈ ഒരു വിഷയത്തിൽ ഞാനൊരു എക്സ്പേർട്ടോ അല്ലെങ്കിൽ സയൻറ്റിസ്റ്റോ അല്ലെങ്കിൽ ഒരു പൊളിറ്റീഷ്യനോ ആയിട്ടല്ല, പക്ഷേ ഒരു ബോധവാനായൊരു പൗരൻ എന്ന നിലയ്ക്കാണ് ഞാനിവിടെ നിൽക്കുന്നത്. One of the 4 lakhs people who marched in the streets of New York on Sunday and the billions of others around the world who want to solve our climate crisis. ഈ ക്ലൈമറ്റ് ചേഞ്ചിനെതിരെ, പരിസ്ഥിതി വ്യതിയാനത്തിനെതിരെ ന്യൂയോർക്കിൽ നടന്നൊരു ജാഥയിൽ പങ്കെടുത്ത 4 ലക്ഷത്തിലൊരാളാണ് ഞാൻ. പിന്നെ അതുപോലെ തന്നെ ലോകത്തിൻ്റെ മുക്കിലും മൂലയിലും ഇത് സോൾവ് ചെയ്യാൻ ആഗ്രഹിക്കുന്ന, ക്ലൈമറ്റ് ക്രൈസിസിനെ കുറിച്ച് അറിയുകയും അത് സോൾവ് ചെയ്യാൻ ആഗ്രഹിക്കുകയും ചെയ്യുന്ന ആളുകളിൽ ഒരാളാണ് ഞാൻ. As an actor, I pretend for a living. I play fictitious characters, often solving fictitious problems. ഞാനൊരു നടൻ എന്ന നിലയ്ക്ക് ഞാൻ ഒരുപാട് കഥകളിൽ അഭിനയിക്കാറുണ്ട്. അത് വളരെ സംഭവിക്കാൻ ഇടയില്ലാത്ത കാര്യങ്ങളാവും, അല്ലെങ്കിൽ സംഭവിക്കുന്ന കാര്യങ്ങളാവും. അതിലൊക്കെ ഞാൻ അഭിനയിച്ചിട്ട് അങ്ങനെയുള്ള പ്രോബ്ലംസൊക്കെ സോൾവ് ചെയ്യുന്നൊരു നായകനായിട്ട് നിങ്ങളുടെ മുന്നിൽ വരാറുണ്ട്. I believe mankind has looked at climate change in that same way as if it were a fiction. ഇപ്പോൾ ഞാൻ വിചാരിക്കുന്നത് എന്താണ്, മനുഷ്യരും അതുപോലെ ഏതോ ഒരു കഥയിലെ ഒരു ഭാഗം എന്ന രീതിയിലാണ് ഈ ക്ലൈമറ്റ് ചേഞ്ചിനെ കുറിച്ചും ചിന്തിച്ചിരിക്കുന്നത്. പക്ഷെ അത് കഥയല്ല, യാഥാർത്ഥ്യമാണെന്നുള്ള കാര്യം നമ്മളെല്ലാവരും മറന്നു പോവുകയാണ്. ഹാപ്പനിങ് ടു സമ്മൺ എൽസ് പ്ലാനറ്റ്. നമ്മുടെ പ്ലാനറ്റിലല്ല ഈ ക്ലൈമറ്റ് ചേഞ്ച് സംഭവിക്കുന്നത്. ഏതോ വിദൂരതയിലുള്ള നമുക്കറിയാവുന്ന ഒരു പ്ലാനറ്റിൽ, ഒരു ഗ്രഹത്തിൽ നടക്കുന്ന കാര്യം എന്ന പോലെയാണ് ആളുകൾ ഇതിനെ കരുതുന്നത്. ആസ് ഇഫ് പ്രിറ്റൻഡിങ് ദാറ്റ് ക്ലൈമറ്റ് ചേഞ്ച് വാസൻ റിയൽ. എങ്ങനെയാണ് ആളുകൾ അതിനെടുക്കുന്നത്? വെറും ഒരു കഥയാണ്. ക്ലൈമറ്റ് ചേഞ്ച് അല്ലെങ്കിൽ കാലാവസ്ഥാ വ്യതിയാനം എന്ന് പറയുന്നത് നമ്മുടെ ഭൂമിയിലൊന്നും സംഭവിക്കാൻ പോകുന്നതല്ല, അത് എന്തോ ഒരു കഥയാണ് എന്ന രീതിയിലാണ് ആളുകൾ അതിനെ കണക്കാക്കുന്നത്. Would somehow make it go away. But I think we know better than that. Every week we are seeing new and undeniable climate events. പക്ഷേ ഒരു കഥ എന്നതിനേക്കാൾ ഉപരി ഇത് യാഥാർത്ഥ്യമാണ്. ഇതിൻ്റെ ദൂഷ്യഫലങ്ങൾ എന്താണ്, ഇതെങ്ങനെയാണ് നമുക്ക് തടയിടാൻ പറ്റുന്നത് എന്നെല്ലാം കുറിച്ച് നമുക്ക് അറിയാവുന്നതാണ്. എല്ലാ ആഴ്ചകളും അല്ലെങ്കിൽ എല്ലാ ദിവസങ്ങളും നമ്മൾ ഓരോരോ പുതിയ പുതിയ വ്യതിയാനങ്ങളെക്കുറിച്ച്, അത് ഒഴിച്ചുകൂടാനാകാത്ത പുതിയ മാറ്റങ്ങളെ നമ്മൾ കാണുന്നുണ്ട്, അല്ലെങ്കിൽ അതിനെക്കുറിച്ച് കേൾക്കുന്നുണ്ട്. എവിഡൻസ് ദാറ്റ് ആക്സിലറേറ്റഡ് ക്ലൈമറ്റ് ചേഞ്ചസ് ഹിയർ നൗ. ക്ലൈമറ്റ് ചേഞ്ച് അല്ലെങ്കിൽ കാലാവസ്ഥാ വ്യതിയാനത്തെ വേഗത കൂട്ടുന്ന ഒരുപാട് തെളിവുകൾ നമുക്കിപ്പോൾ നമ്മുടെ മുന്നിൽ നിരത്താൻ ഉണ്ട്. We know that droughts are intensifying.
ലോകത്തിൻ്റെ ഒരു ഭാഗത്ത് വരൾച്ച കൂടിക്കൊണ്ടിരിക്കുകയാണ്, നമുക്ക് കുടിവെള്ളക്ഷാമം രൂക്ഷമായിക്കൊണ്ടിരിക്കുകയാണ്. ഓഷീൻസ് ആർ വാർമിംഗ്, നമ്മുടെ സമുദ്രങ്ങളാകെ ചൂട് പിടിച്ചുകൊണ്ടിരിക്കുന്നു. ആൻഡ് അസിഡിഫൈങ്, സമുദ്രത്തിലുള്ള ആസിഡിൻ്റെ അളവ് കൂടിക്കൊണ്ടിരിക്കുകയാണ്. വിത്ത് മീഥെയിൻ പ്ലൂംസ് റൈസിങ് അപ്പ് ഫ്രം ദ ബിനീത്ത് ദ ഓഷ്യൻ ഫ്ലോർ, കടലിൻ്റെ അടിത്തട്ടിൽ നിന്ന് മീഥെയിൻ വാതകം നുരഞ്ഞു പുതഞ്ഞു പൊന്തിക്കൊണ്ടിരിക്കുകയാണ്. വി ആർ സീയിങ് എക്സ്ട്രീം വെതർ ഇവൻറ്റ്സ് increased temperature, and the West Antarctic and Greenland ice sheets melting at unprecedented rates decades ahead of scientific projections. നമുക്കറിയാം, ഇന്ന് ഓരോ ദിവസവും കാലാവസ്ഥയിൽ നമുക്കുള്ള മാറ്റങ്ങൾ അറിയാം. ടെമ്പറേച്ചർ കൂടിക്കൊണ്ടിരിക്കുകയാണ് അല്ലേ. അതുപോലെ തന്നെ നമുക്കറിയാം, ധ്രുവപ്രദേശങ്ങളുള്ള അന്റാർട്ടിക് അല്ലെങ്കിൽ ഗ്രീൻലാൻഡിലൊക്കെയുള്ള ഐസ് അല്ലെങ്കിൽ ഐസ് കട്ട, ഗ്ലേസിയേഴ്സ് ഉരുകാൻ തുടങ്ങിയിരിക്കുന്നു. നൺ ഓഫ് ദിസ് ഇസ് റെറ്ററിക് ആൻഡ് നൺ ഓഫ് ഇറ്റ് ഇസ് ഹിസ്റ്റീരിയ. ഇത് നമ്മളൊരു വലുതാക്കി പറച്ചിലോ അല്ലെങ്കിൽ എക്സാജറേറ്റ് ആയിട്ടുള്ള പറച്ചിലൊന്നുമല്ല, ഒരു ഹിസ്റ്റീരിക് പ്രഡിക്ഷൻ ഒന്നുമല്ല. ഇത് ഒരു റെറ്ററിക് ആയിട്ടുള്ള ഒരു വെറുതെ വാചകം അടിക്കുക എന്ന് പറയില്ലേ, പൊളിറ്റീഷ്യൻസൊക്കെ പറയുന്ന പോലെ, അങ്ങനെ ഒരു പ്രസ്താവനയൊന്നുമല്ല ഇത്. ഇറ്റ്സ് എ ഫാക്റ്റ്, അതൊരു യാഥാർത്ഥ്യമാണ്. ദ സയൻറ്റിഫിക് കമ്മ്യൂണിറ്റി നോസ് ഇറ്റ്, ദ ഇൻഡസ്ട്രി നോസ് ഇറ്റ്. ഇതിനെക്കുറിച്ച് വളരെ നന്നായിട്ട് സയൻറ്റിസ്റ്റിനും ഇൻഡസ്ട്രിയലിസ്റ്റിനൊക്കെ വളരെ നന്നായിട്ട് അറിയാം. വ്യാവസായികൾക്കും അല്ലെങ്കിൽ ശാസ്ത്രജ്ഞന്മാർക്കും ഒക്കെ ഇതിനെക്കുറിച്ച് വളരെ നന്നായിട്ട് അറിയാം. ആൻഡ് ഗവൺമെൻറ്റ്സ് നോ ഇറ്റ്, ഗവൺമെൻറ്റിനും എല്ലാ ഗവൺമെൻറ്റുകൾക്കും അതിനെക്കുറിച്ച് വളരെ നന്നായിട്ട് അറിയാം. ക്ലൈമറ്റ് ചേഞ്ചസ് ആർ സിംഗിൾ ഗ്രേറ്റസ്റ്റ് സെക്യൂരിറ്റി ത്രെറ്റ്. ഇപ്പം നമ്മുടെ ഭൂമിയിൽ നിലനിൽക്കുന്ന ഏറ്റവും വലിയ സെക്യൂരിറ്റി ത്രെറ്റ് എന്ന് പറയുന്നത്, സുരക്ഷിതത്വത്തിന് ഭീഷണി എന്ന് പറയുന്നത് എന്താണ്? ക്ലൈമറ്റ് ചേഞ്ചാണ്. ബാക്കിയെല്ലാം പിന്നീടേ ഉള്ളൂ. My friends, this body, perhaps more than any other gathering in human history, now faces this difficult but achievable task. ഇപ്പം നമ്മൾ ഹ്യൂമൻ കൈൻഡ് എന്ന് പറയുന്നത് നമുക്കൊരു ഡിഫിക്കൽട്ട് ടാസ്ക് നേരിടുകയാണ്. പക്ഷേ അത് നമുക്ക് പൂർണ്ണമായും നമ്മളുടെ കൈകാര്യം ചെയ്യുന്നത് എങ്ങനെയാണോ അതിനെ അടിസ്ഥാനപ്പെടുത്തി നമുക്ക് അത് വീണ്ടും നമുക്ക് പഴയ പൂർവ്വസ്ഥിതിയിലേക്ക് എത്തിക്കാവുന്നതാണ്. ഒരു അച്ചീവബിൾ ടാസ്ക്കാണത്, നമുക്ക് ഫലപ്രാപ്തി നേടിയെടുക്കാൻ പറ്റിയൊരു ടാസ്ക്കാണ്. യു ക്യാൻ മേക്ക് ഹിസ്റ്ററി ഓർ യു വിൽ ബി വിലിഫൈഡ് ബൈ ഇറ്റ്. നിങ്ങൾക്ക് അതൊരു നല്ലൊരു നീക്കത്തിലൂടെ നമുക്കൊരു ചരിത്രം സൃഷ്ടിക്കാവുന്നതാണ്, അല്ലെങ്കിൽ നമുക്ക് എന്താണ് ഫ്ലോപ്പ് ആയിരിക്കും അല്ലെ, ഫെയിലിയർ ആയിരിക്കും, നമുക്ക് അത് മറ്റുള്ളവരുടെ പഴി കേൾക്കാവുന്നതാണ്. ടു ബി ക്ലിയർ, ദിസ് ഇസ് നോട്ട് അബൌട്ട് ജസ്റ്റ് ടെല്ലിങ് പീപ്പിൾ ടു ചേഞ്ച് ദിയർ ലൈറ്റ് ബൾബ്സ് ഓർ ടു ബൈ എ ഹൈബ്രിഡ് കാർ. ഇത് നമുക്ക് വെറുതെ ആളുകളോട് എനർജി കൺസർവേഷൻ എന്നതുപോലെ, അതായത് ഊർജ്ജ സംരക്ഷണത്തിനായിട്ട് നിങ്ങളുടെ ബൾബൊക്കെ ചേഞ്ച് ചെയ്യുക അല്ലേ. നമുക്കറിയാം, നമ്മളൊക്കെ പണ്ട് ഉപയോഗിച്ചിരുന്ന ബൾബിൽ നിന്നും നമ്മൾ LED ബൾബിലേക്ക് മാറിയിരിക്കുന്നു. അതുപോലെ ഹൈബ്രിഡ് വെഹിക്കിൾസ് യൂസ് ചെയ്യാൻ, ഇലക്ട്രിസിറ്റി അല്ലെങ്കിൽ പെട്രോൾ രണ്ടിലും പോകാവുന്ന തരത്തിലുള്ള ഹൈബ്രിഡ് വെഹിക്കിൾസ് യൂസ് ചെയ്യുക. അതൊന്നുമല്ല ഇതിൻ്റെ സൊല്യൂഷൻ. ദിസ് ഡിസാസ്റ്റർ ഹാസ് ഗ്രോൺ ബിയോണ്ട് ദ ചോയ്സസ് ദാറ്റ് ഇൻഡിവിജ്വൽസ് മേക്ക്. ഈ ഒരു ദുരന്തം എന്ന് പറയുന്നത് നമുക്ക് ഓരോരുത്തരുടെയും നമുക്ക് നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ച് നമുക്ക് എന്തെങ്കിലും ഒന്ന് സെലക്ട് ചെയ്യുന്ന അതിനേക്കാളൊക്കെ എത്രയോ ഉപരിയാണ് ഇത്. ഇത്രയും ചെറിയൊരു സില്ലി ആയിട്ടുള്ളൊരു കാര്യമൊന്നുമല്ല അത്. ദിസ് ഇസ് നൗ അബൌട്ട് our industries and our governments around the world taking decisive large scale action. അപ്പോൾ ഇത് നമുക്ക് ഒരു സാധാരണ പൗരൻ്റെ ബൾബ് മാറ്റിയിട്ടോ അല്ലെങ്കിൽ അവരുപയോഗിക്കുന്ന വെഹിക്കിൾ മാറ്റിയിട്ടൊന്നും നേടിയെടുക്കാവുന്നൊരു കാര്യമല്ല. ഇതെന്ന് പറയുന്നത് നമ്മുടെ വലിയ വലിയ കമ്പനികളും ഇൻഡസ്ട്രികളും ഗവൺമെൻറ്റും അവർ മാത്രം വിചാരിച്ചാൽ മാറാവുന്നൊരു കാര്യമായി ഇത് എത്തിത്തീർന്നിരിക്കുന്നു. ഐ ആം നോട്ട് എ സയൻറ്റിസ്റ്റ്, ബട്ട് ഐ ഡോണ്ട് നീഡ് ടു ബി, because the world scientific community has spoken and they have given us our prognosis. If we do not act together, we will surely perish. ഞാനൊരു എന്താണ് പറയുന്നത്, സയൻറ്റിസ്റ്റ് അല്ല, ഒരു ശാസ്ത്രജ്ഞനല്ല, എനിക്കത് ആവേണ്ട ആവശ്യവുമില്ല അല്ലേ. ഞാനൊരു ശാസ്ത്രജ്ഞൻ എന്ന നിലയ്ക്കല്ല പറയുന്നത്. നമുക്ക് ഓൾറെഡി നമ്മുടെ സയൻറ്റിസ്റ്റുകൾ അവർ പ്രവചിച്ചു കഴിഞ്ഞു, ഈ എല്ലാം ദുരന്തങ്ങൾ സംഭവിക്കും, ഇങ്ങനെയുള്ള ദുരന്തങ്ങൾ ഈ കാലാവസ്ഥ വ്യതിയാനത്തിലൂടെ ഉണ്ടാവുന്നതാണ്. നമ്മുടെ മാൻകൈൻഡ് അല്ലെങ്കിൽ ഹ്യൂമൻ കൈൻഡ് എന്ന് പറയുന്നത് തന്നെ ഈ ഭൂമിയിൽ നിന്നും നാമാവശേഷമാകുന്നതായിരിക്കും ഇങ്ങനെ തുടരുകയാണെങ്കിൽ എന്നുള്ള എല്ലാ വിധത്തിലുള്ള പ്രവചനങ്ങളും അവർ നടത്തി കഴിഞ്ഞു. ഇനി നമ്മൾ ശ്രദ്ധിച്ചാൽ മാത്രമേ, നമ്മൾ എന്ന് പറയുന്നത് ഈ ഇൻഡസ്ട്രിയലിസ്റ്റും ഗവൺമെൻറ്റും എല്ലാവരും കൂടി ഒത്തുചേർന്നാൽ മാത്രമേ ഇതിനൊരു സൊല്യൂഷൻ കണ്ടെത്താൻ സാധിക്കുകയുള്ളൂ. അല്ലെങ്കിൽ നമ്മൾ ഷുവർലി വി വിൽ പെരിഷ്, നമ്മുടെ എല്ലാം നാശമായിരിക്കും. മനുഷ്യജന്മം എന്ന് പറയുന്നത് അല്ലെങ്കിൽ ഹ്യൂമൻ കൈൻഡ് എന്ന് പറയുന്നത് തന്നെ ഈ ഭൂമിയിൽ നിന്നും നാമാവശേഷമാകുന്നതായിരിക്കും. നൗ ഇസ് ദർ മൊമെൻറ്റ് ഫോർ ആക്ഷൻ.
ഇപ്പോഴാണ് നമ്മൾ പ്രവർത്തിക്കാനുള്ള സമയമാണിത്. വെറുതെ ഇരിക്കേണ്ട ഒരു സമയമല്ല, നമ്മൾ പ്രവർത്തിക്കാനുള്ള സമയമാണിത്. വി നീഡ് ടു പുട്ട് എ പ്രൈസ് ടാഗ് ഓൺ കാർബൺ എമിഷൻസ്. നമുക്കറിയാം ഓരോ വെഹിക്കിളിൽ അല്ലെങ്കിൽ ഇൻഡസ്ട്രീസിൽ നിന്ന് വരുന്ന കാർബൺ എമിഷൻ എത്രത്തോളം ഉണ്ട് എന്നത്. നമ്മൾ സയൻസിൽ പഠിച്ചിട്ടുണ്ട് എന്താണ് ഗ്രീൻ ഹൗസ് ഇഫക്റ്റ് എന്നുള്ളത്, അല്ലേ? പ്രഭാവം എന്നുള്ളത്, ഹരിതവാതക പ്രഭാവം, ഗ്രീൻ ഹൗസ് ഇഫക്റ്റ്. അത് എന്ന് പറയുന്നത് കാർബൺ ഡൈ ഓക്സൈഡിൻ്റെ അളവ് എത്രത്തോളം അന്തരീക്ഷത്തിൽ വർദ്ധിക്കുന്നുവോ നമ്മുടെ കാർബൺ ഡൈ ഓക്സൈഡ് എന്ന് പറയുന്നത് ഒരു ബ്ലാങ്കറ്റ് പോലെ, ഒരു പുതപ്പ് പോലെ അവിടെ നിൽക്കും. ഓക്കെ, അതുകൊണ്ട് തന്നെ അന്തരീക്ഷത്തിലേക്ക് വരുന്ന ചൂട്, അതിൻ്റെ വികിരണങ്ങൾ പ്രതിഫലിച്ചു പോകാൻ സാധിക്കാതെ ഭൂമിയുടെ ഈ അന്തരീക്ഷത്തിൽ തന്നെ നിലനിൽക്കുന്നതായിരിക്കും. അങ്ങനെ നിലനിൽക്കുന്നിടത്തോളം കാലം നമ്മുടെ ഭൂമിയുടെ ടെമ്പറേച്ചർ എന്നത് പറയുന്നത് കൂടിക്കൊണ്ടേയിരിക്കും. അതിനെയാണ് നമ്മൾ ഗ്രീൻ ഹൗസ് എഫക്റ്റ് എന്ന് പറയുന്നത്. അത് കാർബൺ ഡൈ ഓക്സൈഡാണ് അതിൻ്റെ മെയിൻ ആയിട്ടുള്ള കാരണക്കാരൻ ഗ്രീൻ ഹൗസ് എഫക്റ്റിൻ്റെ. അപ്പം ഈ കാർബൺ ഡൈ ഓക്സൈഡ് ആകട്ടെ പ്രതിദിനം വർദ്ധിച്ചുകൊണ്ടിരിക്കുകയാണ് നമ്മുടെ അന്തരീക്ഷത്തിൽ. ആൻഡ് എലിമിനേറ്റ് ഗവൺമെൻറ് സബ്സിഡീസ് ഫോർ കോൾ, ഗ്യാസ് ആൻഡ് ഓയിൽ കമ്പനീസ്. ഗവൺമെൻറ് ആയിട്ട് ഒരുപാട് സബ്സിഡി കൊടുക്കുകയാണ് ഇങ്ങനെയുള്ള വലിയ വലിയ വ്യവസായങ്ങൾക്കൊക്കെ, കോൾ, ഗ്യാസ് ആൻഡ് ഓയിൽ കമ്പനീസ്. അപ്പോൾ അവരൊക്കെ ഈ പുറത്തുവിടുന്നത് നിങ്ങൾക്കറിയാം, ഈ പിക്ചറിൽ നോക്കൂ, ഇതിൽ വ്യക്തമായിട്ട് കാണിക്കുന്നുണ്ട് അല്ലേ? ഇത്രയും പുറന്തള്ളിക്കൊണ്ടിരിക്കുകയാണ് അവർ, കാർബൺ ഡൈ ഓക്സൈഡ്. വി നീഡ് ടു എൻഡ് ദ ഫ്രീ റൈഡ് ദറ്റ് ഇൻഡസ്ട്രിയൽ പൊല്യൂട്ടേഴ്സ് ഹാവ് ബീൻ ഗിവൻ ഇൻ ദ നെയിം ഓഫ് എ ഫ്രീ മാർക്കറ്റ് എക്കണോമി. ദേ ഡോണ്ട് ഡിസേർവ് ആർ ടാക്സ് ഡോളേഴ്സ്, ദേ ഡിസേർവ് ആർ സ്ക്രൂട്ടിനി. നമുക്കറിയാം അവരുടെ ഈ കുത്തക മുതലാളിമാരൊക്കെ എന്ന് പറയുന്നത് അവർക്ക് തോന്നിയ പോലെയാണല്ലേ ചെയ്യുന്നത്. അവരൊരു ഫ്രീ മാർക്കറ്റ് എക്കണോമി പോലെയാണ്. അവർ ഡിസൈഡ് ചെയ്യാണ്, അവർ പ്രൈസ് ഇൻക്രീസ് ചെയ്യാണ്, എല്ലാം അവരാണ് ഡിസൈഡ് ചെയ്യുന്നത്. ദ ഹോൾ എക്കണോമി ഓഫ് ദ വേൾഡ് ഇസ് ഡിസൈഡഡ് ബൈ ദം. അപ്പം അതിൽ നിന്നൊരു മാറ്റം വരണം നമുക്ക്. ഓക്കെ, ഫോർ ദ എക്കണോമി ഇറ്റ് സെൽഫ് വിൽ ഡൈ ഇഫ് ആർ എക്കോസിസ്റ്റം കൊലാപ്സ്. നമുക്കറിയാം നമ്മുടെ ഈ ആവാസ വ്യവസ്ഥ, എക്കോസിസ്റ്റം എന്ന് പറയുന്നത് ഇല്ല എന്നുണ്ടെങ്കിൽ ഈ ഭൂമിയിൽ വേറെ ഒന്നും തന്നെ ഉണ്ടാവില്ല. പിന്നെ എന്ത് എക്കണോമി വന്നിരിക്കുന്നു, അല്ലെ? എന്ത് ഇൻഡസ്ട്രി വന്നിരിക്കുന്നു, എന്ത് ഗവൺമെൻറ് വന്നിരിക്കുന്നു. അപ്പോൾ നമ്മുടെ ആവാസ വ്യവസ്ഥ, നമ്മുടെ അറ്റ്മോസ്ഫിയർ, വോ വി ആർ ലിവിങ്, നമ്മുടെ എൻവയോൺമെൻറ്റ്, അതാണ് നമ്മൾ ആദ്യം പരിശുദ്ധമാക്കേണ്ടത്. അതിനൊരു നിലനിൽപ്പുണ്ടെങ്കിൽ മാത്രമേ ബാക്കി എല്ലാ ഉള്ള കാര്യങ്ങൾക്കും നിലനിൽപ്പുണ്ടാവുകയുള്ളൂ. The good news is that renewable energy is not only achievable but good economic policy. നമുക്ക് ഒരു നല്ല വാർത്ത എന്നുള്ളത് റിന്യൂവബിൾ എനർജി റിസോഴ്സസ്. എന്താണ് റിന്യൂവബിൾ എനർജി റിസോഴ്സസ് എന്ന് പറയുന്നത്? റിന്യൂവബിൾ എനർജി റിസോഴ്സസുമുണ്ട്, നോൺ റിന്യൂവബിൾ എനർജി റിസോഴ്സസുമുണ്ട്. റിന്യൂവബിൾ എന്ന് പറയുന്നത് നമുക്ക് പുനരുൽപ്പാദിപ്പിക്കാൻ കഴിയുന്നത്, വീണ്ടും ഉണ്ടാക്കാൻ കഴിയുന്ന എനർജി റിസോഴ്സസ്. നമ്മുടെ സൺലൈറ്റ്, സൂര്യപ്രകാശം എന്ന് പറയുന്നത് യഥേഷ്ടം നമുക്ക് ലഭിക്കുന്നുണ്ട്. അപ്പം ഈ സോലാർ എനർജി എന്ന് പറയുന്നത് ഒരു റിന്യൂവബിൾ എനർജി റിസോഴ്സാണ്. ടൈഡൽ എനർജി, വിൻഡിൽ നിന്ന് വരുന്നത്, കാറ്റിൽ നിന്നും കിടക്കുന്ന ഊർജ്ജം എന്ന് പറയുന്നത് ഒരു റിന്യൂവബിൾ എനർജി റിസോഴ്സാണ്. നേരെ മറിച്ച് നമ്മൾ കോൾ, പെട്രോളിയം, കൽക്കരി പെട്രോളിയം എന്ന് പറയുന്നതൊക്കെ എന്താണ്? അത് നമ്മൾ കുഴിച്ചെടുക്കുന്നതാണ്, അല്ലേ? എത്രയോ മില്യൺസ് ഓഫ് വർഷങ്ങൾക്ക് മുന്നേ ഭൂമിക്കടിയിൽ അവശേഷിച്ച അവശിഷ്ടങ്ങൾ അത് കൺവേർട്ട് ചെയ്തിട്ട്, അത് മാറിയിട്ട് കാലക്രമേണ അത് കാർബൺ കോമ്പൗണ്ടുകളായിട്ട് മാറിയിട്ട് കിട്ടുന്ന ഫ്യൂൽസാണ് നമുക്ക് കോൾ അല്ലെങ്കിൽ പെട്രോളിയം എന്ന് പറയുന്നതൊക്കെ. വളരെ വർഷങ്ങൾ കൊണ്ടുണ്ടാകുന്ന പ്രവർത്തന ഫലമായിട്ടാണ് അത് കാർബണൈസേഷൻ എന്ന് പറയും, അല്ലേ? ആ കാർബൺ രൂപവത്കരണം, അതിൻ്റെ ഫലമായിട്ടാണ് ഈ കൽക്കരിയും പെട്രോളിയം ഒക്കെ ഉണ്ടാകുന്നത്. അത് നമ്മൾ കുഴിച്ചെടുക്കുകയാണ് ചെയ്യുന്നത്. അത് നമ്മൾ വീണ്ടും വിചാരമില്ലാതെ ഉപയോഗിക്കുകയാണെങ്കിൽ അത് നാമാവശേഷമായിക്കൊണ്ടിരിക്കും, അത് തീർന്നുകൊണ്ടേയിരിക്കും. നമ്മുടെ നെക്സ്റ്റ് ജനറേഷൻ എന്ന് പറയുന്നവർക്ക് അത് അപ്രാപ്യമായിരിക്കും, അവർക്ക് ലഭിക്കില്ല അതൊന്നും. അതിനെയാണ് നമ്മൾ നോൺ റിന്യൂവബിൾ എനർജി റിസോഴ്സസ് എന്ന് പറയുന്നത്. അപ്പം അതുപോലെ തന്നെ റിന്യൂവബിൾ എനർജി റിസോഴ്സസും നമുക്ക് ഇപ്പോൾ അച്ചീവബിൾ അല്ലാതായിക്കൊണ്ടിരിക്കുന്നു, അതും പൊല്യൂട്ടായിക്കൊണ്ടിരിക്കുന്നു, അതും ഇനി ഒരുപക്ഷെ നമുക്ക് ലഭിക്കാതെ ആയിക്കൊണ്ടിരിക്കും. ദിസ് ഇസ് നോട്ട് എ പാർട്ടിസൺ ഡിബേറ്റ്. പാർട്ടിസൺ ഡിബേറ്റ് എന്ന് പറയുന്നത്, ഇപ്പം നമുക്കറിയാം ഒരു പ്രത്യേക ഒരു പാർട്ടിയിലോ അല്ലെങ്കിൽ ഒരു കമ്മ്യൂണിറ്റിയിലോ ഉള്ള ആളുകളാണെങ്കിൽ അവരുടെ ആ വാദം മാത്രമായിരിക്കും അവർ വിശ്വസിക്കുന്നത്. ഇപ്പം ഞാനൊരു പ്രത്യേക പാർട്ടിയിൽ അല്ലെങ്കിൽ ഒരു ഗ്രൂപ്പിലോ ഒരു കമ്മ്യൂണിറ്റിയിലോ ഉള്ള ആളാണെങ്കിൽ ആ പാർട്ടി അല്ലെങ്കിൽ ആ ഗ്രൂപ്പ് അല്ലെങ്കിൽ കമ്മ്യൂണിറ്റി എന്താണോ പറയുന്നത് അതിൽ മാത്രം അടിയുറച്ച് വിശ്വസിച്ച് മറ്റുള്ളവരെ തള്ളി പറയുക. അങ്ങനെയുള്ളൊരു ഡിബേറ്റിനെയാണ് നമ്മൾ പാർട്ടിസൺ ഡിബേറ്റ് എന്ന് പറയുന്നത്. ഇത് ഞാൻ ഇൻഡസ്ട്രീനെ അല്ലെങ്കിൽ ഗവൺമെൻറ്റിനെയോ അല്ലെങ്കിൽ പൊളിറ്റീഷ്യൻസിനെയോ അവരെ കുറ്റപ്പെടുത്താൻ വേണ്ടി പറയുന്നതല്ല. ഐ ആം എൻ എൻവയോൺമെൻറ്റലിസ്റ്റ്.
അദ്ദേഹം പറയുകയാണ്, ഞാനൊരു പരിസ്ഥിതി പ്രവർത്തകനാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഞാൻ മറ്റുള്ളവരെ കുറ്റം പറയുകയല്ല. പരിസ്ഥിതി സംരക്ഷണം മാത്രം മതിയെന്ന് പറഞ്ഞ് മറ്റുള്ളവരെ കുറ്റം പറയുകയല്ല ഞാൻ. ഇത് അങ്ങനെ ഒരു ഡിബേറ്റ് അല്ല. ഇറ്റ്സ് എ ഹ്യൂമൻ വൺ. ക്ലീൻ എയർ ആൻഡ് വാട്ടർ ആൻഡ് എ ലിവബിൾ കണ്ടീഷൻ ആർ ഇൻഅലിയനബിൾ ഹ്യൂമൻ റൈറ്റ്സ്. നമുക്ക് ഹ്യൂമൻ ബീങ്സിന് ഒഴിച്ചുകൂടാനാത്ത ചില കാര്യങ്ങളുണ്ട് അല്ലേ? ക്ലീൻ എയർ ആൻഡ് വാട്ടർ, നമുക്ക് ശ്വസിക്കാൻ ശുദ്ധവായു വേണം, കുടിക്കാൻ ശുദ്ധജലം വേണം, അതുപോലെ തന്നെ നമുക്കൊരു ലിവബിൾ ക്ലൈമറ്റ് വേണം ഇവിടെ. അതൊക്കെ നമുക്ക് ഒഴിച്ചുകൂടാനാകാത്ത കാര്യങ്ങളാണ്. ആൻഡ് സോൾവിങ് ദിസ് ക്രൈസിസ് ഇസ് നോട്ട് എ ക്വസ്റ്റ്യൻ ഓഫ് പൊളിറ്റിക്സ്. ഇതൊരു രാഷ്ട്രീയപരമായ കാര്യമല്ല. ഇറ്റ്സ് എ ക്വസ്റ്റ്യൻ ഓഫ് ആർ സർവൈവൽ. നമ്മുടെ സർവൈവലിൻ്റെ പ്രശ്നമാണിത്, നമ്മുടെ അതിജീവനത്തിൻ്റെ പ്രശ്നമാണിത്. വി ഓൺലി ഗെറ്റ് വൺ പ്ലാനറ്റ്. ഡോണ്ട് തിങ്ക് ദാറ്റ് വി ക്യാൻ ഗോ ടു സം അതർ പ്ലാനറ്റ് വൺസ് ദിസ് ഇസ് പെരിഷ്ഡ്. നമ്മൾ ഒരിക്കലും ചിന്തിക്കരുത് ഭൂമി നശിച്ചു കഴിഞ്ഞാൽ നമുക്ക് വേറൊരു ഗ്രഹത്തിൽ പോയി താമസിക്കാമെന്ന്. ഹ്യൂമൻ കൈൻഡ് മസ്റ്റ് ബിക്കം അക്കൗണ്ടബിൾ ഓൺ എ മാസീവ് സ്കെയിൽ ഫോർ ദ വാൻറ്റം ഡിസ്ട്രക്ഷൻ ഓഫ് അവർ കളക്റ്റീവ് ഹോം. നമ്മുടെ എല്ലാവരുടെയും വീടാണിത്, ഭൂമി അല്ലേ? നമ്മുടെ വീടാണിത്. അതിൻ്റെ നാശത്തിന് ഉത്തരവാദി ആരാണ്? ഹ്യൂമൻ കൈൻഡ് ഇറ്റ് സെൽഫ്. നമ്മൾ തന്നെയാണ് അതിന് അക്കൗണ്ടബിൾ ആവേണ്ടത്. അക്കൗണ്ടബിൾ എന്ന് പറഞ്ഞാൽ റെസ്പോൺസിബിൾ ആവേണ്ടത്. അതിൻ്റെ ഉത്തരവാദിത്വം നമ്മൾ തന്നെ ഏറ്റെടുക്കേണ്ടതാണ്. ഓർ ഹ്യൂമൻ കൈൻഡ് മസ്റ്റ് ബിക്കം അക്കൗണ്ടബിൾ ഓൺ എ മാസീവ് സ്കെയിൽ ഫോർ ദ വാൻറ്റൻ ഡിസ്ട്രക്ഷൻ ഫോർ ആ കളക്റ്റീവ് ഹോം. നമ്മുടെ ഈ ഭൂമിയെ ക്രൂരമായി നശിപ്പിക്കുന്ന വാൻറ്റൻ ഡിസ്ട്രക്ഷന് കാരണക്കാർ, അതിൻ്റെ റെസ്പോൺസിബിലിറ്റി ആർക്ക് തന്നെയാണുള്ളത്? ഹ്യൂമൻ കൈൻഡ്, അതായത് മനുഷ്യന് തന്നെയാണുള്ളത്. പ്രൊട്ടക്റ്റിംഗ് ആർ ഫ്യൂച്ചർ ഓൺ ദിസ് പ്ലാനറ്റ് ഡിപ്പെൻഡ്സ് ഓൺ ദ കോൺഷ്യസ് എവല്യൂഷൻ ഓഫ് ആർ സ്പീഷീസ്. നമ്മുടെ ഈ പ്ലാനറ്റിനെ, പ്രൊട്ടക്റ്റിംഗ് ആർ ഫ്യൂച്ചർ ഓൺ ദിസ് പ്ലാനറ്റ് ഡിപ്പെൻഡ്സ് ഓൺ ദ കോൺഷ്യസ് എവല്യൂഷൻ ഓഫ് ആർ സ്പീഷീസ്. നമ്മുടെ പ്ലാനറ്റിനെ സംരക്ഷിക്കുക എന്നത് അത് നമ്മുടെ എവല്യൂഷനിലൂടെ ഉരുത്തിരിഞ്ഞു വന്ന ഈ മാൻകൈൻഡ് അല്ലെങ്കിൽ ഹ്യൂമൻ കൈൻഡിൻ്റെ ഉത്തരവാദിത്തമാണ്. ദിസ് ഈസ് ദ മോസ്റ്റ് അർജൻറ്റ് ടൈംസ് ആൻഡ് ദ മോസ്റ്റ് അർജൻറ്റ് ഓഫ് മെസ്സേജസ്. നമ്മുടെ അർജൻറ്റ് ഓഫ് ടൈംസ് ആണ് നമ്മുടെ ഇന്നത്തെ കാലത്തുള്ള കാര്യങ്ങളിൽ വെച്ച് ഏറ്റവും അർജൻ്റ് ആയിട്ടുള്ള, ഏറ്റവും നമ്മൾ എന്താ പറയുക, കൂടുതൽ ഇമ്പോർട്ടൻസ് കൊടുക്കേണ്ട കാര്യമാണ്. ആൻഡ് ദ മോസ്റ്റ് അർജൻറ്റ് ഓഫ് മെസ്സേജസ്. നമ്മൾ നൽകുന്ന സന്ദേശങ്ങളിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു സന്ദേശം ഇതായിരിക്കണം, മറ്റുള്ളവർക്ക് പകർന്നു നൽകാവുന്നത്, അതായത് പരിസ്ഥിതി സംരക്ഷണം. ഓണർ ഡെലഗേറ്റ്സ്, ലീഡേഴ്സ് ഓഫ് ദ വേൾഡ്, ഐ പ്രിറ്റൻഡ് ഫോർ എ ലിവിങ്. വീണ്ടും അദ്ദേഹം അത് കൺക്ലൂഡ് ചെയ്യുകയാണ്. അദ്ദേഹത്തിൻ്റെ സ്പീച്ച് അദ്ദേഹം അതിൻ്റെ അവസാനിപ്പിക്കുകയാണ്, കൺക്ലൂഡ് ചെയ്യുകയാണ്. അദ്ദേഹം ആ ഡെലഗേറ്റ്സിനെയും അവിടെ വന്ന പ്രതിനിധികളെയും ലോകത്തിലെ തന്നെ വലിയ വലിയ ലീഡേഴ്സിനെയൊക്കെ അദ്ദേഹം അഭിസംബോധന ചെയ്തുകൊണ്ട് അദ്ദേഹത്തിൻ്റെ പ്രസംഗം അല്ലെങ്കിൽ സ്പീച്ച്, അദ്ദേഹത്തിൻ്റെ വാക്കുകൾ അദ്ദേഹം ഉപസംഹരിക്കുകയാണ് ഇവിടെ. ബട്ട് യു ഡു നോട്ട്. ഞാൻ ഒരു അഭിനയിക്കുന്ന ആളാണ്, എൻ്റെ തൊഴിലാണ്. അദ്ദേഹം പറയുകയാണത്, ഞാനൊരു അഭിനേതാവാണ്, പക്ഷേ നിങ്ങളതല്ല. ദ പീപ്പിൾ മെയ്ഡ് ദിയർ വോയിസസ് ഹേർഡ് ഓൺ സൺഡേ അറൗണ്ട് ദ വേൾഡ്. അദ്ദേഹം ന്യൂയോർക്കിൽ നടന്ന ആ റാലിയെക്കുറിച്ച് പറയുകയാണ്. പരിസ്ഥിതി സംരക്ഷണത്തിനായിട്ട് നടന്നിരുന്ന ആ റാലിയെക്കുറിച്ച് പറയുകയാണ്. ജനങ്ങൾ റോഡിലിറങ്ങി അവരുടെ ശബ്ദമുയർത്തിയത് എന്തിനായിരുന്നു? പരിസ്ഥിതി സംരക്ഷണത്തിന് വേണ്ടിയിട്ടായിരുന്നു. ആൻഡ് ദ മൊമെൻറ്റം വിൽ നോട്ട് സ്റ്റോപ്പ്. ആ ഒരു ശക്തി, ജനത്തിൻ്റെ ശക്തി എന്ന് പറയുന്നത് അതൊരിക്കലും ആരെക്കൊണ്ടും തടയാൻ കഴിയില്ല. അത് നശിക്കുന്നതല്ല, സ്റ്റോപ്പ് ചെയ്യാൻ പറ്റില്ല. അവർ ശബ്ദം ഉയർത്തിക്കൊണ്ടേയിരിക്കും. ആൻഡ് നൗ ഇറ്റ്സ് യുവർ ടേൺ. ഇനി നിങ്ങളുടെ ടേൺ ആണ്. പൊളിറ്റീഷ്യൻസിൻ്റെയും ഗവൺമെൻറ്റിൻ്റെയും വലിയ ഇൻഡസ്ട്രിയലിസ്റ്റിൻ്റെയും ഒക്കെ ടേൺ ആണ്, അവരുടെ അവസരമാണ്. ദ ടൈം ടു ആൻസർ ദ ഗ്രേറ്റസ്റ്റ് ചലഞ്ച് ഓഫ് ആർ എക്സിസ്റ്റൻസ് ഓൺ ദിസ് പ്ലാനറ്റ്. ഇറ്റ്സ് നൗ. നിങ്ങൾ ഉത്തരം പറയേണ്ട സമയമായിരിക്കുന്നു. നമ്മുടെ എല്ലാ മനുഷ്യജീവങ്ങളുടെ എക്സിസ്റ്റൻസ് എന്ന് പറയുന്നത്, ഇവിടുത്തെ നിലനിൽപ്പ് എന്ന് പറയുന്നതിന് ഉത്തരം പറയേണ്ട സമയമായിരിക്കുന്നു. വി ബെഗ് ഓഫ് യു ടു ഫേസ് ഇറ്റ് വിത്ത് കറേജ് ആൻഡ് ഓണസ്റ്റി. താങ്ക് യു. അതായത് അദ്ദേഹം പറയുകയാണ്, ഞങ്ങൾ നിങ്ങളുടെ മുന്നിൽ യാചിക്കുകയാണ്. ഞങ്ങൾ എന്ന കോമൺ പീപ്പിൾ, നമ്മുടെ സാധാരണ ജനത നിങ്ങളുടെ മുന്നിൽ യാചിക്കുകയാണ്. എന്തിനു വേണ്ടിയിട്ടാണ്? മാൻകൈൻഡിൻ്റെ സർവൈവലിന് വേണ്ടിയിട്ട്, നമ്മുടെ എക്സിസ്റ്റൻസിന് വേണ്ടിയിട്ട്, നമ്മുടെ ഇവിടെയുള്ള നിലനിൽപ്പിനും അതിജീവനത്തിനും വേണ്ടിയിട്ട് ഞങ്ങൾ നിങ്ങളുടെ മുന്നിൽ കൈനീട്ടുകയാണ്. ടു ഫേസ് വിത്ത് കറേജ് ആൻഡ് ഓണസ്റ്റി. പ്ലീസ് നിങ്ങൾ ഈ ഒരു പ്രോബ്ലം ഒരു ആത്മാർത്ഥതയോടും കൂടി, ഓണസ്റ്റിയോടും കൂടി, ധൈര്യത്തോടും കൂടി നിങ്ങൾ നേരിടുക. എന്നിട്ട് ഈ ഹ്യൂമൻ കൈൻഡിനെ രക്ഷിക്കുക എന്ന് അദ്ദേഹം അവരുടെ മുന്നിൽ യാചിക്കുകയാണ്. താങ്ക് യു. ഓക്കെ, അപ്പോൾ വളരെ നല്ലൊരു സ്പീച്ചായിരുന്നു അദ്ദേഹത്തിൻ്റെത് അല്ലേ? അദ്ദേഹം ഒരു എൻവയോൺമെൻറ്റലിസ്റ്റ് ആയതും കൂടി അദ്ദേഹത്തിൻ്റെ സ്പീച്ച് എന്ന് പറയുന്നത് വളരെ
നല്ലൊന്നായിരുന്നു. നമുക്ക് എബൌട്ട് ദ ഓഥർ, അദ്ദേഹത്തെക്കുറിച്ച് 2 വാക്കുകൾ നമുക്ക് പറയാം. ലിയോനാർഡോ DiCaprio, born on November 11, 1974, is an American actor, producer, and founder of Leonardo DiCaprio Foundation and a UN Messenger of Peace with a special focus on climate change. അദ്ദേഹത്തിൻ്റെ വിവിധ പദവികളാണ് പറയുന്നത്. ഒരു ആക്ടർ എന്നതിനേക്കാൾ ഉപരി അദ്ദേഹത്തിൻ്റെതായ ഒരു ഫൗണ്ടേഷൻ ഉണ്ട്. അതിൻ്റെ ഫൗണ്ടറാണ് അദ്ദേഹം, ലിയോനാർഡോ DiCaprio ഫൗണ്ടേഷൻ. അതുകൂടാതെ UN മെസ്സഞ്ചർ ഓഫ് പീസ് വിത്ത് എ സ്പെഷ്യൽ ഫോക്കസ് ഓൺ ക്ലൈമറ്റ് ചേഞ്ച്, കാലാവസ്ഥാ വ്യതിയാനത്തിന് മുൻതൂക്കം നൽകിയിട്ടുള്ള ഒരു UN മെസ്സഞ്ചർ ഓഫ് പീസ് വിത്ത് എ സ്പെഷ്യൽ ഫോക്കസ് ഓൺ ക്ലൈമറ്റ് ചേഞ്ച്. അദ്ദേഹം യുണൈറ്റഡ് നേഷൻസിൻ്റെ മെസ്സഞ്ചർ ഓഫ് പീസ് എന്ന പദവി അലങ്കരിക്കുന്നു. അദ്ദേഹം അതിന് ഫോക്കസ് ചെയ്തിരിക്കുന്നത്, അത് പ്രാധാന്യം നൽകിയിരിക്കുന്നത് ക്ലൈമറ്റ് ചേഞ്ചിനാണ്. He gained public recognition with leading roles in drama and films before achieving international fame with James Cameron's epic romance Titanic. ടൈറ്റാനിക് എന്നൊരു ഫിലിം 1997 പുറത്തിറങ്ങിയ ടൈറ്റാനിക് എന്ന ഫിലിമിലെ നായകനായതുകൊണ്ടാണ് അദ്ദേഹം, നായകനായതിനു ശേഷമാണ് അദ്ദേഹത്തിന് ഒരു ഇൻ്റർനാഷണൽ ഫെയിം, അതായത് അന്തർദേശീയ ഒരു പ്രശസ്തി വന്നത്, എല്ലാവരും അറിയപ്പെടാൻ, അല്ലേ? നമ്മൾ പോലും, കൊച്ചു കേരളത്തിലുള്ള നമുക്ക് പോലും അറിയാമായിരുന്നു. അപ്പം അതിനു മുന്നേ തന്നെ അദ്ദേഹം ഒരുപാട് നാടകങ്ങളിലും സിനിമയിലൊക്കെ അഭിനയിച്ചിരുന്നു. ഹീ ഈസ് ഓൾസോ കമ്മിറ്റഡ് എൻവയോൺമെൻ്റലിസ്റ്റ്. അദ്ദേഹം വളരെ ആത്മാർത്ഥതയുള്ള ഒരു പരിസ്ഥിതി പ്രവർത്തകൻ കൂടിയാണ്. So hope you understood this lesson. I think there is no doubt. If you have any doubt, you can ask in the comment box. നിങ്ങൾ വീഡിയോ നന്നായിട്ട് കേൾക്കുക. അർത്ഥം മനസ്സിലായിട്ടില്ല അല്ലെങ്കിൽ എന്തെങ്കിലും സംശയങ്ങളൊക്കെ ഉണ്ടെങ്കിൽ കമൻറ്റ് ബോക്സിൽ നിങ്ങൾക്ക് കമൻറ്റ് ചെയ്യാവുന്നതാണ്. So if you like this video, don't forget to subscribe this channel, and thank you for watching the video. Bye.